അകമല ചാക്യാർകുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ സൌരോർജ്ജവേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന ബോട്ട് ഇടിച്ച് ചീനവലകൾ തകർന്നു. കടലിലേക്ക് ഇറക്കുകയായിരുന്ന ബോട്ട് ചീനവലകൾ ഇടിച്ച് തകർക്കുകയായിരുന്നു. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മണ്ണുത്തി തിരുവാണിക്കാവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. ക്രിസ്മസ് പ്രമാണിച്ച് മദ്യമുണ്ടാക്കി വിപണനം നടത്താനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് സൂചന. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച. 15 വേദികളിലായാണ് മത്സരങ്ങൾ. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. തോടുകൾ നികത്തിയതും കൽവർട്ടുകൾ അടഞ്ഞതുമാണ് വെള്ളക്കെട്ടിനിടയാക്കുന്നത്. വാർത്തകൾ വിശദമായി. അകമലയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ചാക്യാർകുന്ന് മേഖലയിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. എറിഞ്ഞിക്കളത്തിൽ ജയേഷിന്റെ വീട്ടുപറമ്പിലേക്ക് കമ്പിവേലി തകർത്തെത്തിയ കാട്ടാന തെങ്ങും കൌങ്ങിൻ തൈകളും വാഴകളും പാടത്തെ നെൽച്ചെടികളും വ്യാപകമായി നശിപ്പിച്ചു. പ്രദേശത്ത് തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തുന്നത് ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച സൌരോർജ്ജവേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യബന്ധന ബോട്ടിടിച്ച് 2 ചീനവലകൾ തകർന്നു. മഠത്തിപ്പറമ്പിൽ ശ്രീജേഷ്, മഠത്തിപ്പറമ്പിൽ സുന്ദരൻ, കൈമപ്പറമ്പിൽ വിജയൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ചീനവലയാണ് തകർന്നത്. കടലിലേക്ക് ഇറക്കുകയായിരുന്ന ബോട്ട് ചീനവലകൾ ഇടിച്ച് തകർക്കുകയായിരുന്നു. മറുകരയിൽ മുനമ്പം പ്രദേശത്ത് ചീനവലയിലുണ്ടായിരുന്ന തൊഴിലാളികൾ അപകടം നടക്കുന്നത് കണ്ടുവെങ്കിലും ബോട്ടിനെ തിരിച്ചറിയാനായില്ല. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. 2 ചീനവലകളിലായി 15 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ചീനവല നശിച്ച തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് എറിയാട് പഞ്ചായത്ത് അംഗം KM സാദത്ത് ആവശ്യപ്പെട്ടു. മണ്ണുത്തിയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശി ഹരി, തൃശൂർ കുറുമ്പിലാവ് സ്വദേശി പുളിപ്പറമ്പിൽ പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. മുന്തിരി കയറ്റി വന്ന ലോറിയിൽ നിന്നാണ് 35 ലിറ്ററിന്റെ 80 കന്നാസ് സ്പിരിറ്റ് പിടികൂടിയത്. മധ്യമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, അസിസ്റ്റന്റ് കമ്മീഷണർ സ്ക്വാഡ്, തൃശൂർ റേഞ്ച് പാർട്ടി എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് സ്പിരിറ്റ് കൈമാറാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ്. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കൊണ്ടുവരുന്നതിന്റെ മറവിലായിരുന്നു സ്പിരിറ്റ് കടത്ത്. സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആളെ പിടികൂടാനായിട്ടില്ല. കൊടുങ്ങല്ലൂർ സ്വദേശി ജിനീഷിനെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് വാഹനത്തോടൊപ്പമുണ്ടായിരുന്ന കാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് സംഘത്തിന്റെ വാഹനത്തിൽ ഇടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എക്സൈസ് മധ്യമേഖല കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ CU ഹരീഷ്, തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീർ എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. ക്രിസ്മസ് പ്രമാണിച്ച് വിദേശ മദ്യം നിർമ്മിച്ച് വിപണനം നടത്താനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നാണ് എക്സൈസിന് ലഭിച്ച സൂചന. പാലക്കാട് രജിസ്ട്രേഷനിലുള്ള ലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്തിയത്. കന്നാസുകൾ കാർട്ടൺ ബോക്സ് ഉപയോഗിച്ച് പാക്ക് ചെയ്ത് മുകളിൽ മുന്തിരി പാക്കറ്റുകൾ കൊണ്ട് മറച്ച് അതീവ രഹസ്യമായാണ് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നത്. സ്പിരിറ്റ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് മണ്ണുത്തിയിൽ പ്രദീപിനെ ഏൽപ്പിക്കുന്നതിനാണ് ഹരി എത്തിയത്. പ്രദീപ് സ്പിരിറ്റ് ലോറി എടുക്കുന്നതിന് കൊടുങ്ങല്ലൂർ സ്വദേശി ജിനീഷുമായി മണ്ണുത്തിയിൽ കാറിൽ എത്തി വണ്ടി കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഉദ്യോഗസ്ഥരെ വെട്ടിച്ചു കടന്ന ജിനീഷിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. പ്രധാന വേദിയായ ടൗൺ ഹാളിൽ മന്ത്രി R ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 15 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഇരുള നൃത്തം, പണിയ നൃത്തം, ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം, സംഘനൃത്തം എന്നിവയാണ് വ്യാഴാഴ്ച അരങ്ങേറുക. 232 പോയിന്റ് നേടിയ വലപ്പാട് ഉപജില്ലയാണ് നിലവിൽ മുന്നിലുള്ളത്. 221 പോയിന്റ് വീതം നേടി ചാവക്കാട്, കുന്നംകുളം ഉപജില്ലകൾ 2ാം സ്ഥാനത്തുണ്ട്. സ്കൂൾ വിഭാഗത്തിൽ 81 പോയിന്റ് നേടിയ പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാം സ്ഥാനത്ത്. 73 പോയിന്റ് നേടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനത്താണ്. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അച്ചീവ്മെന്റ് സർവേയുടെ ഭാഗമായി ബുധനാഴ്ച മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. കലോത്സവം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂരിൽ നിന്നുള്ള അസിന് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം.
അപ്പീലിലൂടെ എത്തിയാണ് അസിൻ നേട്ടം സ്വന്തമാക്കിയത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ 2ാം സ്ഥാനത്തായ അസിന് സ്വന്തം പ്രകടനത്തിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ശരിവെക്കുന്നതാണ് അപ്പീലിലൂടെ എത്തി ജില്ലാ കലോത്സവത്തിൽ നേടിയ ഈ 1ാം സ്ഥാനം. ഇതോടെ നാടോടി നൃത്തത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിൽ ഇക്കുറിയെത്തുക അസിനാകും. മുൻപ് ഹൈസ്കൂൾ വിഭാഗത്തിൽ കുച്ചിപ്പുടിയിൽ സംസ്ഥാന വേദിയിൽ മാറ്ററിയിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് നാടോടി നൃത്തത്തിൽ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് അസിൻ. ഹാപ്പിയാണ്. ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് കിട്ടി. ഫോക്ക് ഫസ്റ്റ് ടൈമാണ്. ഞാൻ 10th പോയിരുന്നു, കുച്ചിപ്പുടി പോയിരുന്നു. വടക്കൻ പാട്ടിലെ വീരകഥാപാത്രമായ പൂമാതൈ പൊന്നമ്മയെ വേദിയിലെത്തിച്ചാണ് അസിന്റെ മിന്നും പ്രകടനം. കലാക്ഷേത്രം അമൽനാഥാണ് ഗുരു. മത്സരം നല്ല മത്സരമായിരുന്നു. ഒരു 4-5 പേര് നല്ല ടൈറ്റായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടിയാൽ ദൈവത്തിനോട് നന്ദി പറയണം. അല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് അവിടെ കളിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. 14 വർഷമായി നൃത്തം അഭ്യസിക്കുന്ന അസിൻ നാടോടി നൃത്തത്തിന് പുറമെ കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും മത്സരരംഗത്തുണ്ട്. ഡോക്ടർ സജേഷ് എസ് നായർ താമരശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് ഭരതനാട്യം അഭ്യസിക്കുന്നത്. വില്ലടം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയാണ് അസിൻ. പെൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ അസിൻ ഉപജില്ലാ കലോത്സവത്തിലെ 2ാം സ്ഥാനത്തായപ്പോൾ അപ്പീലിലൂടെയാണ് ജില്ലാ കലോത്സവത്തിൽ വന്ന് 1ാമതായി എ ഗ്രേഡോടെ സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ സന്തോഷവും ആത്മവിശ്വാസവുമാണ് അസിന് മുതൽക്കൂട്ടായിട്ടുള്ളത്. പന്ത്രണ്ടോളം മത്സരാർത്ഥികളാണ് അസിന് പുറമെ ഇതേ വിഭാഗത്തിൽ അവതരണങ്ങളുമായി വേദിയിലെത്തിയത്. മികച്ച പ്രകടനങ്ങളുമായി ഏവരും ആസ്വാദകരുടെ മനം കവർന്നു. കാണികളുടെ മികച്ച പിന്തുണ കലാപ്രതിഭകൾക്ക് കൂടുതൽ മികവേകി. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മതിലകം പഞ്ചായത്ത് 7ാം വാർഡിൽ കിഴക്കുംപുറം ഭാഗത്താണ് ദുരിതാവസ്ഥ. ഈ ഭാഗത്തു കൂടെയാണ് മതിലകം ബൈപ്പാസ് കടന്നു പോകുന്നത്. ബൈപ്പാസിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട മലിനജല സാന്നിധ്യമാണ് ദുഷ്കരമായ അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ തോടുകളിലും പാടത്തും റോഡിലുമെല്ലാം കഴിഞ്ഞ 3 മാസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുകയാണ്. റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൈവേ നിർമ്മാണ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന അവസ്ഥയിലാണ്. വീടുകളുടെ വളപ്പിലും വഴിയിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകാതായതോടെ 100ലേറെ തെങ്ങുകളാണ് നശിച്ചത്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്. ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തിയതും കൽവർട്ടുകൾ അടഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായി. ഓഗസ്റ്റിൽ തുടങ്ങിയതാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഹൈവേയുടെ പുതിയ നാഷണൽ ഹൈവേയുടെ പണി വന്നപ്പോൾ അവിടെ നിന്നുള്ള കൽവെട്ട് അവർ ഇട്ടിട്ട് അടച്ചു കളഞ്ഞേക്കുന്നത്. അതിപ്പോൾ തൽക്കാലം ഒരു നാളെ തുറക്കാമെന്ന് പറയാലോ. ഇത് 4 മാസമായിട്ട് ഇപ്പോൾ തുറന്നിട്ടില്ല അവർ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. 4 മാസമായിട്ട് ഇതിൽ സ്കൂൾ വണ്ടി പോകുന്നുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികൾ, ജോലിക്കാർ പോകുന്നുണ്ട്, എല്ലാവരും ഇതിൽ പോണതാണ്. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ടും ഇത് തുറന്നു തന്നല്ല. എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV, കയ്പമംഗലം. എളവള്ളി കുണ്ടുപാടം പാടശേഖരത്തിൽ വെള്ളം ഒഴിയുന്നില്ല. നെൽകർഷകർ കൃഷിനാശ ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്രതീക്ഷിത മഴയെ തുടർന്നാണ് പടവിലെ 120 ഏക്കർ വരുന്ന നെൽകൃഷിയിൽ വെള്ളം കയറിയത്. കനാലുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ മോട്ടോർ പ്രവർത്തിപ്പിച്ചിട്ടും പാടശേഖരത്തിലെ വെള്ളം വറ്റിക്കുവാൻ കഴിയുന്നില്ല. ഞാറുനട്ട് 15 ദിവസം മാത്രം പ്രായമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. കൃഷി സംരക്ഷിക്കാനും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരത്തിനും കൃഷി വകുപ്പ് അധികൃതർ ഇടപെടണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ സന്തോഷ് തിണ്ടിയത്ത്, CK ഗോപി എന്നിവർ ആവശ്യപ്പെട്ടു. കുടിവെള്ളത്തിന്റെ നിരക്ക് അടയ്ക്കാത്തതിനാൽ മാള പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചത് ജല അതോറിറ്റി പുനഃസ്ഥാപിച്ചു.
പണം അടയ്ക്കാതെയാണ് ജല അതോറിറ്റി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ഇടപെട്ട് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത്. നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച രാത്രിയോടെ മാള പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളം തുറന്നുവിട്ടു. അതേസമയം 2 ലക്ഷം രൂപ കൂടി ഒക്ടോബർ മാസത്തെ ബില്ലിലേക്ക് അടയ്ക്കാനുള്ള ചെക്ക് നൽകിയിട്ടുണ്ട്. ഒക്ടോബർ മാസത്തെ ബിൽ തുകയായ 17,55,920 രൂപയുടെ പകുതി അടയ്ക്കാമെന്ന ഉറപ്പ് പാലിക്കാത്തതിനാലാണ് കുടിവെള്ള വിതരണം നിർത്തിവച്ചിരുന്നത്. ഈ ബില്ലിലേക്ക് 2 ലക്ഷം രൂപ മാത്രമാണ് അടച്ചിരുന്നത്. ഇപ്പോൾ നൽകിയ ചെക്ക് അടക്കം 4 ലക്ഷം രൂപ മാത്രമാണ് ഒക്ടോബർ മാസത്തേക്ക് ജല അതോറിറ്റിക്ക് ലഭിക്കുക. നവംബർ മാസത്തെ ബില്ലും അടുത്ത ദിവസം ലഭിക്കും. ജലനിധി പദ്ധതിയിൽ കുടിവെള്ളം നൽകിയതിന് മാള പഞ്ചായത്ത് 2024 ഒക്ടോബർ 31 വരെ ജല അതോറിറ്റിക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക 6.32 കോടി രൂപയാണ്. ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാവശ്യമായ ഭേദഗതികൾ നിയമനിർമ്മാണങ്ങളിൽ നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഉത്രാളി പൂരം കോർഡിനേഷൻ കമ്മിറ്റി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മറികടക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തും. സംഗമം സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, ദേശകമ്മിറ്റി പ്രസിഡന്റുമാരായ AK സതീഷ് കുമാർ, TP ഗിരീശൻ, CA ശങ്കരൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി ജിയോളജി വകുപ്പ് റദ്ദാക്കി. മണ്ണ് നീക്കം ചെയ്യുന്നതിന് അനുമതി നൽകുന്നത് വിലക്കി ഹൈക്കോടതി 4 മാസം മുൻപ് ഉത്തരവിട്ടിരുന്നു. മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പിന്റെ നടപടി. മുല്ലപ്പള്ളിക്കുന്നിൽ ഖനനം നടത്താൻ അനുമതി നൽകാനുണ്ടായ കാരണം ബോധിപ്പിക്കണമെന്ന് ജിയോളജിസ്റ്റിനോട് കോടതി ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചാണ് ദേശീയപാത നിർമ്മാണത്തിന് മണ്ണെടുക്കാൻ കരാർ കമ്പനിക്ക് ജിയോളജി വകുപ്പ് അനുമതി നൽകിയത്. നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഒരാഴ്ചയായി നടന്നു വന്നിരുന്ന മണ്ണെടുപ്പാണ് കോടതിയുടെ ഇടപെടൽ മൂലം തടഞ്ഞത്. വേലൂർ തണ്ടിലം റോഡിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വേലൂർ തലക്കോട്ടുകര സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്ററിലെ ജീവനക്കാരി പോക്കാക്കില്ലത്ത് റിഫാഹിമിന്റെ ഭാര്യ 52 വയസ്സുള്ള ഷെജിലയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഭർത്താവുമൊത്ത് സ്കൂട്ടറിൽ പോകുമ്പോൾ ബൈക്ക് ഇടിക്കുകയായിരുന്നു. കുട്ടനെല്ലൂർ ഓവർ ബ്രിഡ്ജിന് സമീപം ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. തളിക്കുളം ത്രിവേണി നഗർ സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ 47 വയസ്സുള്ള ഫൈസലാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഫൈസലിനെ ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മുതൽ പാരമ്പര്യ വിളക്കുകൾ ആഘോഷിക്കും. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വിളക്കുകളാണിത്. വ്യാഴാഴ്ച കാപ്രാട്ട് കുടുംബം വക പഞ്ചമി വിളക്കാഘോഷമാണ്. വെള്ളിയാഴ്ച മാണിക്യത്ത് കുടുംബം വകയാണ് ഷഷ്ഠി വിളക്കാഘോഷം. മാണിക്യത്ത് ചന്ദ്രശേഖര മേനോന്റെ പേരിലാണ് വിളക്കാഘോഷം നടത്തുന്നത്. ശനിയാഴ്ച സപ്തമി വിളക്കാഘോഷമാണ്. നെന്മിനി മനക്കാരുടെ വകയാണ് സപ്തമി വിളക്കാഘോഷം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്ന വിളക്ക് എന്ന പ്രത്യേകതയും സപ്തമി വിളക്കാഘോഷത്തിനുണ്ട്. സ്വന്തം പറമ്പിലെ നാളികേരം ഉപയോഗിച്ചുള്ള വെളിച്ചെണ്ണയാണ് വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്നത്. സാധാരണ നല്ലെണ്ണയും നെയ്യുമാണ് ഏകാദശി വിളക്കുകൾക്ക് ഉപയോഗിക്കാറ്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ചാൽ കൂടുതൽ ശോഭ ലഭിക്കും. നെന്മിനി NC രാമൻ ഭട്ടതിരിപ്പാടിന്റെ പേരിലാണ് വിളക്ക്. ഞായറാഴ്ച പുളിക്കഴി വാരിയത്ത് കുടുംബം വക അഷ്ടമി വിളക്ക് ആഘോഷമാണ്. അഷ്ടമി വിളക്ക് മുതൽ ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളുന്നത്. വിളക്കെഴുന്നള്ളത്തിന്റെ 4ാമത്തെ പ്രദക്ഷിണത്തിന് സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുക. പുതുക്കാട് റെയിൽവേ മേൽപ്പാലത്തിനായി സമർപ്പിച്ച രൂപരേഖയ്ക്ക് ഭേദഗതികളോടെ റെയിൽവേ അനുമതി നൽകി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ മുഖേന സമർപ്പിച്ച രൂപരേഖ സദേൺ റെയിൽവേ അംഗീകരിച്ചുവെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. നേരത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 10.5 കോടി രൂപ ചെലവഴിച്ച് അനുബന്ധ റോഡിനായി സ്ഥലം ഏറ്റെടുത്തിരുന്നു. റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം ഭേദഗതി വരുത്തിയ രൂപരേഖ പ്രകാരമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി 20 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് RDBCK ഉദ്യോഗസ്ഥർ അറിയിച്ചു. 34.73 കോടി രൂപയാണ് കിഫ്ബി റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിനായി നേരത്തെ അനുവദിച്ചിരുന്നത്. ഏറെക്കാലമായി റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതിനാൽ മേൽപ്പാലം പണി ആരംഭിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. കൊടുങ്ങല്ലൂർ എറിയാട് വെള്ളക്കെട്ട് രൂക്ഷം. 3 വീടുകൾ തകർന്നു. എറിയാട് പഞ്ചായത്തിലെ 1ാം വാർഡിൽ പടിഞ്ഞാറേക്കൂറ്റ് ചന്ദ്രൻ, എടച്ചാലിൽ ബിന്ദു എന്നിവരുടെ വീടുകളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഭാഗികമായി തകർന്നത്. മരം വീണ് ചള്ളിയിൽ ബാബുവിന്റെ വീടിനും കേടുപാട് സംഭവിച്ചു.
മഴവെള്ളം വന്ന് നിറഞ്ഞതോടെ ഈ പ്രദേശങ്ങളിൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയുമുണ്ട്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി സർക്കാർ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ആരംഭിച്ച സംവിധാനമായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മികവുറ്റ പ്രവർത്തനം മുൻനിർത്തിയാണ് ബ്ലോക്ക് പുരസ്കാരത്തിന് അർഹമായത്. ഈ പുരസ്കാരം ഭിന്നശേഷി സൗഹൃദമായ പ്രവർത്തനങ്ങൾക്ക് കടുത്ത ഊർജം പകരുന്നതാണെന്ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പറഞ്ഞു. കേരള സർക്കാരിൻ്റെ ഒരു സ്വപ്നം എന്ന രീതിയിലാണ് ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ നമ്മൾ സഹായിക്കാൻ ഏറ്റെടുത്തത്. അങ്ങനെ ഏറ്റെടുത്ത പ്രവർത്തനത്തിൽ എല്ലാ BDO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, CDPO ഉണ്ട്, എല്ലാ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താനുള്ള ശ്രമം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. സുരക്ഷിതമായ കെട്ടിടവും വിശാലമായ അങ്കണവും സമാധാനപൂർണമായ പഠനാന്തരീക്ഷവും മതിലകം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലുണ്ട്. പരിശീലനം സിദ്ധിച്ച അധ്യാപകരും കുട്ടികൾക്ക് കരുതലും കൈത്താങ്ങുമായി കൂടെയുണ്ട്. നിപ്മറിൻ്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ ഒക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവയും സൈക്കോളജിസ്റ്റിൻ്റെ സേവനവും ലഭ്യമാക്കുന്നുണ്ട്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്ഥിരവരുമാനം എന്ന നിലയ്ക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തയ്യൽ പരിശീലനവും നൂതന തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസത്തിനായി വിനോദയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. താന്യം കാട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയം താൽക്കാലിക ബണ്ട് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി KN വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൃഷിനാശം വരുത്തുന്ന 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കീനൂർ, കാവല്ലൂർ, പച്ചളിപ്പുറം, മേടംകുളങ്ങര, വട്ടാണത്ര പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം വ്യാപകമായിരുന്നു. കർഷകരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് നടപടി. അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി കാവല്ലൂർ കവിത സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കവിത കർഷക കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. കർഷക സമിതി കൺവീനർ PR ഡേവിസ്, കർഷകരായ രാജു കിഴക്കൂടൻ, റപ്പായി പൊന്നാരി, അജിത് പൂക്കോട്, ജോഷി കൊമ്പൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാട്ടുപന്നി നിർമ്മാർജ്ജന യജ്ഞം. പഞ്ചായത്ത് അംഗം ജിഷ്മ രഞ്ജിത്തിന്റെ സാന്നിധ്യത്തിൽ കൃഷിസ്ഥലത്തുതന്നെ കുഴിയെടുത്ത് കാട്ടുപന്നികളെ ഡീസൽ ഒഴിച്ച് നിയമപരമായി നശിപ്പിച്ചു. അധ്യാപക സംഘടനയായ KPSTA മുല്ലശ്ശേരി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. 2021 മുതൽ നടപ്പിലാക്കിയ നിയമനങ്ങൾ എല്ലാം താൽക്കാലിക നിയമനങ്ങളാക്കി മാറ്റുന്നതിനുള്ള പുതിയ ഉത്തരവ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് KPSTA മുല്ലശ്ശേരി ഉപജില്ലാ കമ്മിറ്റി ആരോപിച്ചു. 3 വർഷക്കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 16,000-ഓളം അധ്യാപകരുടെ ജോലി സ്ഥിരത ഇല്ലാതാക്കുന്ന ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് KPSTA ആവശ്യപ്പെട്ടു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TU ജെയ്സൺ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ജിൽസൺ തോമസ്, വനിതാ ഫോറം കൺവീനർ സോഫി KL, വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ഡൊമിനിക് സാവിയോ, KJ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മനക്കൊടി പുള്ള റോഡ് ഉയർത്തി പുറംചാലിൽ നിന്നുള്ള വെള്ളം വാരിയം കോൾപ്പടവിലേക്ക് ഒഴുകി കൃഷി നശിക്കുന്നത് തടയാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് KLDC ബോർഡ് അംഗം AS കുട്ടി പറഞ്ഞു. പുറംചാലിൽ നിന്നും വെള്ളം ഒഴുകി 116 ഏക്കർ നെൽകൃഷി നശിച്ച വാരിയം കോൾപ്പടവ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുറംചാലിലെ ഒഴുക്ക് നിലച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇറിഗേഷൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം KR ഗോപിനാഥൻ, മണലൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ഓമന അശോകൻ, അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി K രാഗേഷ്, TV വിദ്യാധരൻ എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. വൈകിട്ട് പണിയാനും കഴിയില്ല. ഈ ചാലിനകത്ത് വെള്ളം വന്നാൽ എന്തായാലും റോഡ് താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് വെള്ളം മറിഞ്ഞു പോകും, അതിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ റോഡ് ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരമാർഗമായിട്ട് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അതിപ്പോൾ നമ്മുടെ PWD മിനിസ്റ്ററും
അതുപോലെ തന്നെ MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരമാവധി ആ കാര്യത്തിനൊരു പരിശ്രമം കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ നടത്തും. അത് കൃഷിയെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇനി വളം ഇടാനുള്ളൂ. തീർച്ചയായിട്ടും കൃഷിയുടെ ചെലവുകളൊക്കെ നടന്നു കഴിഞ്ഞു. പിന്നെ ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു മഴയും 1-2 മഴ കൂടി കിട്ടിയാൽ എല്ലാ കൃഷിയും നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ ഒരു അനുഭവമാണ്. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് രൂപീകരിച്ച ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, CDCB കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും മനോഹരമായ രീതിയിൽ കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലൊക്കെ ഷഷ്ടി നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ വരവ് ഒരു നല്ല സുഗമമായി ഷഷ്ടി നടത്തുന്നതിനുള്ളൊരു വരവായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വർഷം നല്ല ആശയങ്ങളുമായിട്ട് കോർഡിനേഷൻ കമ്മിറ്റി വന്നിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിക്കും. ആചാരങ്ങളുടെ അഭിഷേക കാവടികൾ ഒരുക്കുന്ന തിരക്കിലാണ് കൊടകര കാവിൽ ഇടയപ്പുറത്ത് അരവിന്ദാക്ഷൻ എന്ന 71കാരൻ. അരവിന്ദാക്ഷന്റെ കരവിരുതിലാണ് കൊടകര ഷഷ്ടിയുടെ അഭിഷേക കാവടികൾക്ക് വർണ്ണശോഭയേറുന്നത്. പൂനിലാർക്കാവ് ദേവസ്വത്തിന്റേതാണ് അഭിഷേകത്തിനുള്ള കൊട്ടിക്കാവടികളെങ്കിലും 3.5 പതിറ്റാണ്ടിലേറെയായി അവയെ വർണ്ണാഭമാക്കുന്നത് അരവിന്ദാക്ഷന്റെ ദിവസങ്ങളോളം നീളുന്ന പരിശ്രമം കൊണ്ടാണ്. 1 മാസം മുമ്പ് തന്നെ ഈ അമ്പലക്കാവടികളെ അരവിന്ദാക്ഷൻ വീട്ടിലെത്തിച്ച് പഴയ കടലാസു പൂക്കളെല്ലാം മാറ്റും. മയിൽപീലി, വർണ്ണക്കടലാസുകൾ, ഈർക്കിൽ, പശ എന്നിവ ഉപയോഗിച്ചാണ് കാവടികളുടെ നിർമ്മാണം. 22 കാവടികളാണ് ഇക്കുറി നിർമ്മിച്ചിരിക്കുന്നത്. കാവടികളുടെ അവസാനഘട്ട മിനുക്കുപണിയിലാണിപ്പോൾ അരവിന്ദാക്ഷൻ. ഒരു 32 വർഷത്തോളമായിട്ട് ഇത് കൊണ്ടുവന്ന് അലങ്കരിച്ച് കൊണ്ടുനടക്കല്. വളരെ കാലങ്ങളായിട്ട് ഇതിൻ്റെ പണികളൊക്കെ നമ്മൾ തന്നെയായിരുന്നു. ഞാൻ അതൊരു എൻ്റെ ഒരു വഴിപാട് പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജീവിതകാലം വരെ ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഷഷ്ടിയുടെ തലേദിവസം പൂനിലാർക്കാവിലെ മേൽശാന്തി ഈ കാവടികളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകത്തിനുള്ള പനിനീര്, ഭസ്മം, പഞ്ചാമൃതം, കളഭം എന്നിവ കെട്ടിയൊരുക്കും. ഷഷ്ടി ദിവസം ആദ്യ അഭിഷേകം പൂനിലാർക്കാവ് ദേവസ്വത്തിൻ്റെതാണ്. ഈ കാവടികളുമായാണ് അവർ അഭിഷേകത്തിന് പുറപ്പെടുക. അവിടെ എത്തി അഭിഷേകം നടത്തിയ ശേഷം കാവടികൾ തിരികെ പൂനിലാർക്കാവിലെത്തും. തുടർന്ന് വിവിധ കാവടി സംഘങ്ങളും അവരുടെ കാവടികളുമായി താളവാദ്യത്തിന്റെ അകമടിയോടെ അഭിഷേകത്തിനെത്തും. ഭക്തരുടെ അഭിഷേകങ്ങളും തുടർച്ചയായി നടക്കും. കുട്ടികളെ കൊണ്ട് വ്രതമെടുപ്പിച്ച് കുട്ടിക്കാവടികളുമേന്തി ഷഷ്ടി ദിവസം കുന്നിൻ മുകളിൽ എത്തുന്നവരും അനവധിയാണ്. മുൻകാലങ്ങളിൽ ഷഷ്ടി ദിവസം അഭിഷേകത്തിനെത്തുന്നവർ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് കാവിയുടുത്ത് പൂക്കാവടിയുമേന്തി ഊരി ചുറ്റുക പതിവായിരുന്നു. 2 പതിറ്റാണ്ടു മുമ്പ് നടനും നാടക സംവിധായകനുമൊക്കെയായി കലാരംഗത്ത് നിറഞ്ഞുനിന്ന പ്രതിഭയാണ് അരവിന്ദാക്ഷൻ. സിനിമാ താരം കമൽഹാസന്റെ നൃത്തഗുരുവായ ജെമിനി TR ഗോപാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. പൂനിലാർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭരണസമിതി അംഗവുമായ അരവിന്ദാക്ഷന് അഭിഷേക കാവടികളുടെ നിർമ്മാണം മുരുകസ്വാമിക്കുള്ള സമർപ്പണം കൂടിയാണ്. TC വിനോസ്, കൊടകര. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ BN സുർജിത്ത്, പ്രധാന അധ്യാപിക CV സീന, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ആ കടമകൾ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ള ഇപ്പം നമ്മുടെ മണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ 9 പഞ്ചായത്തുകളാണ്. പ്രത്യേകിച്ച് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നടത്തുന്ന വികസനങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ പ്രതീകമായ ചില കാര്യങ്ങൾ നമ്മുടെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷൻ ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം തൃശൂരിൽ നടന്നു. വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി V രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TS അജിതൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ആദരണങ്ങൾ ജില്ലാ സെക്രട്ടറി BN ശിവദാസൻ നിർവഹിച്ചു. കാറളം രാമചന്ദ്രൻ, C സുരേഷ്, മനോജ് മച്ചാട, സുരേന്ദ്രൻ മുക്കാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. അമല മെഡിക്കൽ കോളേജ് ലൈബ്രറിയിൽ ആധുനിക സൌകര്യങ്ങളോടെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സെന്റർ ആരംഭിച്ചു.
പാലക്കാട് രൂപത എമിരറ്റസ് ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് കേന്ദ്രത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, ഫാദർ ആന്റണി പെരിഞ്ചേരി, ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, ഫാദർ ഡെൽജോ പുത്തൂർ, ഫാദർ ആന്റണി മണ്ണുമ്മൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ്തി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. രാത്രി 8-ന് ക്ഷേത്രം തന്ത്രി പട്ടംതുരുത്തി മേക്കാട് മനയിൽ ശങ്കരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. ഏകാദശി ഉത്സവമായ 11-ന് രാവിലെ 15 ആനകളെ അണിനിരത്തി ശീവേലി, മേളം, ഏകാദശിയൂട്ട്, വൈകിട്ട് കുടമാറ്റം, രാത്രി ഏകാദശി വിളക്ക്, മേജർ സെറ്റ് പഞ്ചവാദ്യവും നടക്കും. 12-ന് ഉത്സവബലി ദർശനം, കാഴ്ച ശീവേലി, കുറത്തിയാട്ടം, പള്ളിവേട്ട വിളക്കും. 13-ന് ആറാട്ടും നടക്കും. 14-ന് അയ്യപ്പൻ വിളക്കോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കുമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ MA ഗോവിന്ദൻ, VP പ്രഹ്ലാദൻ, സേതുമോൻ ചിറ്റേത്ത് എന്നിവർ അറിയിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3224 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അകമല ചാക്യാർകുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ സൌരോർജ്ജവേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന ബോട്ട് ഇടിച്ച് ചീനവലകൾ തകർന്നു. കടലിലേക്ക് ഇറക്കുകയായിരുന്ന ബോട്ട് ചീനവലകൾ ഇടിച്ച് തകർക്കുകയായിരുന്നു. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മണ്ണുത്തി തിരുവാണിക്കാവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. 2 പേർ പിടിയിൽ. ക്രിസ്മസ് പ്രമാണിച്ച് മദ്യമുണ്ടാക്കി വിപണനം നടത്താനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് സൂചന. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച. 15 വേദികളിലായാണ് മത്സരങ്ങൾ. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. തോടുകൾ നികത്തിയതും കൽവർട്ടുകൾ അടഞ്ഞതുമാണ് വെള്ളക്കെട്ടിനിടയാക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.